ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെ അറിയോ? ഇതാണ് സൺറൈസ് വാലി. ഫുള്ള് കോട മൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ എക്സ്ട്രീം കോടയായി, അതുകൊണ്ട് താഴേക്കുള്ള വിസിബിലിറ്റി ഒക്കെ കട്ടായിപ്പോയി. നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ കുറച്ചും കൂടി കാണുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതാണ് അവസ്ഥ. ഇതിലൂടെ എങ്ങനെ കയറിപ്പോകണം അങ്ങോട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നൊരു വഴിയാണിത്. ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ വഴിയാണ്, പിന്നെ അട്ടശല്യം ഉണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും. കണ്ടില്ലേ, ഇതിലൂടെയൊക്കെ കയറി വരണം. കണ്ടില്ലേ, ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണ്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഗൈസ്, സൂപ്പറാണ്. മഴ പെയ്ത് ആകെ നനഞ്ഞു കേട്ടോ, ഫുൾ മഴയായിരുന്നേ. ബാക്ക്ഗ്രൗണ്ടിലെ വിസിബിലിറ്റി കംപ്ലീറ്റ് പോയി, ഫുള്ള് കോട മൂടിയൊരവസ്ഥയായിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടോ. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ ചെറുതായിട്ടൊരു വിസിബിലിറ്റി വരുന്നുണ്ട്, പക്ഷേ സമയം കുറച്ച് ലേറ്റായി. എങ്ങനെയുണ്ട്? ഫുള്ള് നനഞ്ഞു കണ്ടോ, ഫുള്ള് നനഞ്ഞ് അലമ്പായി. അട്ടശല്യം നന്നായിട്ടുണ്ട്. ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കണം. കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. സുൽത്താൻ ബത്തേരി സൈഡിൽ നിന്ന് വരുന്നവർക്ക് വടുവഞ്ചാൽ വഴി വരാം. പിന്നെ കൽപ്പറ്റ വഴി വരുന്നവർക്ക് മേപ്പാടി വഴി വരാം. മേപ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും ഈ സൺറൈസ് വാലിയിലേക്ക്. ശരിക്കും വടുവഞ്ചാലിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ, ഏകദേശം ആ റേഞ്ചിലൊക്കെയാണ് വരുന്നുള്ളൂ. ഇപ്പം മഴയാണ്. ശരിക്കും ഇവിടെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കോടയും ഉണ്ടാവും, കൂടാതെ നല്ല വിസിബിലിറ്റിയും കിട്ടും താഴേക്കൊക്കെ. ഇപ്പോൾ ഫുൾ കോട മൂടി വരുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മിസ്സാവാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.